ഇപ്പോൾ രാത്രി 11 മണിയൊക്കെ കാണും. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, നാളെ എനിക്കൊരു മാരേജ്. സോ അപ്പം നമ്മള് മാരേജിനൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് ഗ്ലോയിങ് ആയിട്ട് എന്താ നല്ല കുറച്ച് വൃത്തിയോടൊക്കെ ഇരിക്കണ്ടേ. ഈ കുറെ ദിവസം ഉറങ്ങാതൊക്കെ ഇരുന്ന് എന്റെ കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ? കണ്ണ് മുഖം എല്ലാം ഭയങ്കര ഡള്ളായിരിക്കുകയാണ്, ഫുൾ ഡള്ളായിട്ടിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരുപാട് പേര് കാണാമല്ലോ. അപ്പൊ നമ്മള് ജഡ്ജ് ചെയ്യല്ലോ. അതിന് നമ്മൾ ഓക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഒന്നും പറയില്ല. സോ എങ്ങനെ ഓക്കെ ആയിട്ടിരിക്കാം? എൻ്റെ ഒരു വേർഷനിൽ എങ്ങനെ ഒരു മാരേജ് ഓർ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡേക്ക് എങ്ങനെ ഓക്കെ ആയിട്ടിരിക്കാം? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് മുടി കെട്ടി വെക്കാം. എന്റെ മുടി ഇങ്ങനെയൊക്കെ കിട്ടിയാൽ ഒതുങ്ങി വലിയ ക്ലിപ്പുണ്ട്, ചെറിയ ക്ലിപ്പ് ഞാൻ എടുക്കും. ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് കാണും. ഇതൊക്കെ എനിക്ക് നോർമലാ. ഞാൻ ഇങ്ങനെ കെട്ടി വെക്കുന്നത്. അയ്യോ, ഈ കഴിഞ്ഞ ദിവസം ജോഡിയോങ്ങിന് മേടിച്ചതാ. ഓഫറിന് കണ്ടപ്പം പുതിയത് മേടിക്കാൻ വിചാരിച്ചു. പിള്ളേരെ തലയിൽ കിട്ടി വെക്കൂലേ. ഓക്കെ, നമുക്കിനി ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ അക്കോളജിക്കയുടെ ഈ വൈറ്റമിൻ സി ഫേസ് വാഷ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നല്ല ഫേസ് വാഷ്. ഞാൻ ബൈ വൺ ഗെറ്റ് ഫ്രീക്ക് വന്നപ്പം ഫസ്റ്റ് ടൈം ചുമ്മാ ഓർഡർ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ഇതെൻ്റെ ഫേവറേറ്റ് ആയി. സൂപ്പർ ഫേസ് വാഷ്. ഇനി നമുക്ക് വാഷ് ചെയ്യാം. ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പം ഫേസിനൊരു ഒരു ഗ്ലോയിനെസ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. നൈസ് ഫേസ് വാഷ്. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടാ ഒരു കാര്യം ഓർത്തത്, ഫേഷ്യൽ റൈസ് ചെയ്യണം എന്നുള്ള കാര്യം. ഫേഷ്യൽ റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കിത് അത്യാവശ്യം അടിക്കാം. കുറച്ച് ഹെയറൊക്കെ കിളത്ത് വന്നു, കളയണം. ഒരു 2 മാസമെങ്കിലായിട്ടാണ് ഞാൻ ഫേഷ്യൽ റൈസ് ചെയ്തു. സോ ഫേഷ്യൽ റൈസ് ചെയ്യും. ഞാൻ അലോവേര ജെല്ല് കടയിൽ പോയപ്പോൾ കിട്ടിയില്ല. അപ്പം ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു. ഇതും ഓക്കെ ആണ്, നല്ലതാണ്. ഇനി ഇറിറ്റേഷനാണ്. ഞാൻ 2-3 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട് ഈ ജെല്ല്. ഇങ്ങനെ ഇറിറ്റേഷനൊന്നും വരാറില്ല, എനിക്ക് വരാറില്ല. നമുക്ക് ഈ ജെല്ലിനെ പറ്റിയിട്ട് തടയുന്ന ഇങ്ങനെ മിറാറിൽ നോക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ അതിൻ്റെ മുഖം മുറിയും. ത്രെഡ് ചെയ്യാൻ മറന്നുപോയി. സോ നമുക്ക് ഈ ഇവിടുത്തെ ഐബ്രോസിലെ ഹെയറും കൂടെ റിമൂവ് ചെയ്യാം. ഒരുമാതിരി എനിക്ക് ചെറുതായിട്ട് പിടിച്ചത് അവിടെ ഇവിടെ നിന്ന് ഹെയർ തന്നു. ബോറല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എപ്പം ഈ ഐബ്രോസ് എടുത്ത് കളഞ്ഞത് കുളമായിരുന്നു. ഫേസ് പിന്നെയും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫേസായിട്ട്. ഇനി നമുക്ക് ഷീറ്റ് മാസ്ക് വെക്കാം. എൻ്റെ കയ്യിൽ ഇത്രയും ഷീറ്റ് മാസ്ക് മിനിസോ ഷീറ്റ് മാസ്ക് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി ഷീറ്റ് മാസ്ക്. അതും ഈ റൈസ് ഷീറ്റ് മാസ്ക്, ഇതൊക്കെ കൊറിയൻ ഷീറ്റ് മാസ്ക് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര ഇഷ്ടം. ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കും. 2-3 ദിവസം ഇരിക്കും.
പക്ഷേ റൈസ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. റൈസിന് വേണം വൈറ്റമിൻ സി. സ്റ്റുഡിയോയിലെ പ്രൊഡക്റ്റ് ഓക്കെ പ്രൊഡക്റ്റാണ്, അത് പറയുന്നത്. ലാക്മേഡിയും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കെന്നാ ഈ ഷീറ്റ് മാസ്കിന് യൂസ് ചെയ്ത് നോക്കാം. ഇത് വേറെ ദിവസം ട്രൈ ചെയ്യും. ഇതാണെങ്കിൽ പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഓൾറെഡി ഫേസൊക്കെ കഴുകിയത് കാരണം നമുക്ക് വേറൊരു ദിവസം ഇത് ട്രൈ ചെയ്യാം. അപ്പം നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ഉണ്ട് ഇതിൻ്റെ കറക്റ്റ് ഫേസിന് ഫിറ്റ് ചെയ്യുന്ന ഫേസ് മാസ്ക്, ഷീറ്റ് മാസ്ക്. ഇനി ഇതിനകത്ത് ബാക്കി വന്നത് കുറച്ച് നമുക്ക് ഫേസിൽ ഇടാം. അതായിട്ടില്ലല്ലോ, കഴുത്തിൽ കേട്ടോ, ഇടാൻ പറ്റാം. വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് 15 മിനിറ്റ് വെറുതെ ഇരിക്കാം. 15 or 20 മിനിറ്റ്. നമ്മളിപ്പോൾ 20 മിനിറ്റ് ഇരിക്കാം. പിന്നെ 15 മിനിറ്റ് വെറുതെ ഇരിക്കാണ്ടുണ്ട് നമുക്ക് ബിഗ് ബോസ് കാണാം. പോയിട്ട് ഇങ്ങനെ ചെയ്യണം അല്ലേ? 20 മിനിറ്റ് കഴിഞ്ഞു. ബാക്കിയാണ് നമ്മള് കയ്യിലും കഴുത്തിലും ഞാൻ കാലിലും വരും. അതെത്തിരി വന്നു. ഇനി വെട്ടുമ്പോൾ കുറച്ചുകൊണ്ട് ഗ്ലോ ആയത്. ഇത് കുറച്ച് നേരം കൊണ്ടിരുന്ന് അബ്സോർബ് ആവും. ഇനി നമുക്ക് ഇത് അബ്സോർബ് ആവുന്ന സമയം വരെ ഇത് മിനിസോയിന്ന് വാങ്ങിച്ച നെയിൽ പോളിഷാണ്. ഇതിന് 7 rupees ഇതിരിക്കും. ഈ നെയിൽ പോളിഷ് ബാക്കിയുള്ള നെയിൽ പോളിഷിനേക്കാളും വെറൈറ്റി നെയിൽ പോളിഷ് കേട്ടോ. ഇത് ഉണങ്ങുമ്പോൾ വേറൊരു ലുക്കാണ് ഇതിന്. ഒരു ന്യൂഡ് കളർ പോലെ എന്തോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മൈലാഞ്ചിയൊക്കെ ഇട്ടൊരു ഫീലില്ലേ, അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊരു സെക്കൻഡ് കോട്ടും കൂടെ അടിച്ചു നോക്കാം, ഒന്ന് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട്. ഇത് അടിക്കുമ്പോൾ ഒരു ഗ്ലോസി ഫിനിഷ് പോലെ തോന്നുന്നു. തുടങ്ങുമ്പോൾ ഒരു ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ എങ്ങനെ പുരട്ടിട്ട് ഉണങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുമോ അതുപോലുണ്ട്. പെട്ടെന്ന് ഉണങ്ങുന്നുമുണ്ട്. കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ കുറച്ചുകൂടെ നഖമുണ്ടായിരുന്നേ നല്ലതായിരുന്നു. ഇതൊരു രസമില്ലല്ലേ? ഓക്കെ, ഇനി കുറച്ച് ഫേസ് മസാജ് ചെയ്യണം. ഞാൻ പിൻട്രസ്റ്റിൽ നോക്കിയാൽ ചെയ്യാറുള്ളത്. അതിപ്പം ചെയ്ത് കാണാതറിയാം. ഓക്കെ, ഞാൻ മസാജ് ചെയ്യുന്നത് കുറച്ച് ഫാസ്റ്റായിട്ടാട്ടോ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. ഭയങ്കര ലാഗായിട്ട് ഫീലാവും. ഒത്തിരി നേരം നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സല്ലേ. അപ്പം
കുറച്ച് ഫാസ്റ്റായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ എന്തുവാ വീഡിയോ ലോങ് ആയി പോവില്ല. അതുകൊണ്ടാണ് ഞാൻ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ 2x കാണിക്കുന്നത്. അപ്പം അത്ര ലാഗ് ഫീൽ ചെയ്യില്ലല്ലോ. ഞാനിപ്പം കുറച്ച് നാളായിട്ട് ഡെയിലി ഫേസ് മസാജ് ചെയ്യുന്നത് കൊണ്ട് ഇനിയിപ്പോൾ വീഡിയോസ് നോക്കി ഫേസ് മസാജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി 2-3 ദിവസം കണ്ടുപഠിച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും അത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം നോക്കി ചെയ്യാഞ്ഞത്. ഫേസ് മസാജ് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ് ബാമും കൂടെ അപ്ലൈ ചെയ്തിട്ട് കടന്നു. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ സ്മെല്ല് ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ്. നല്ല ലിപ് ബാമാണ്. അപ്പം ഇനി രാവിലെ ആവുമ്പോഴേ ഈ ഗ്ലോയിങ് ഇങ്ങനെ തന്നെ ഇരിക്കും. രാവിലെ ആവുമ്പോഴേ അറിയത്തുള്ളൂ ഈ ഗ്ലോയിങ് ഇങ്ങനെ തന്നെ ഇരിക്കും, അതോ കുറച്ച് നേരേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ മാറ്റുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈമല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 month ഒക്കെ ആയതേ ഉള്ളൂ. അതിൻ്റെതായ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാറ്റുന്നതായിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നതുകൊണ്ടായതൊക്കെ. ഇത് എൻ്റെ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഒരു സ്പെഷ്യൽ ഡേ, എന്തെങ്കിലും ഒരു മാരേജ്, അല്ലെങ്കിൽ നമ്മൾ നല്ല ഗ്ലോയിങ് ആയിട്ട് നല്ല തപഞ്ഞ് എവിടെയെങ്കിലും പോകാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നു. സോ അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ.